വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ക്രം കാരമൽ പോലെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് ഇത്. മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബേക്ക് ചെയ്യുന്നൊന്നും വേണ്ട, ഈസിയാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സോസ് പാൻ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കളർ കാണുന്ന രീതിയിലുള്ള ഒരു പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് പഞ്ചസാരയുടെ നേർ പകുതിയാണ് നമുക്ക് വെള്ളം വേണ്ടത്. പഞ്ചസാരയും വെള്ളവും ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മെൽറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ആക്കേണ്ടത്. അതായത് നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കാൻ പാടില്ല. സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലായി പോവും. അപ്പോൾ നിങ്ങളിതാ ഇതുപോലെ ഒന്ന് പാത്രം കറക്കി കൊടുത്തിട്ട് വേണം ഇത് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചൂട് ഒഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മോൾഡിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അടുത്ത സംഭവം ചെയ്യാം. 1 കപ്പ് പാല് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കുമിച്ചിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ മധുരം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം ഇതിനകത്ത് ഇട്ടാൽ മതി. ഷുഗർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇടാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. എനിക്കിത് പാകം മധുരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന പോലെ ആക്കിയിട്ടെടുക്കുക. കസ്റ്റേർഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ളൊരു വൈഡ് വിസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കട്ടിയാവുന്നത് വരെ നിങ്ങൾ ഈ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കുക. 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് തിക്കായിട്ട് കിട്ടും. ഈസിയാണ്. നമ്മൾ സാധാരണ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിലാണെങ്കിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് ആവിയിൽ വെക്കേണ്ട, ബേക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ദാ നമ്മുടെ കസ്റ്റേർഡ് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് കട്ടയില്ലാതെ നല്ല സിൽക്കി ആയിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരുപാട് ഫ്ലെയിമിൽ വെക്കരുത്. ഷുഗർ ഇട്ടുകൊണ്ട് ബേണായിപ്പോവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതാ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കസ്റ്റേർഡ് വേണ്ടത്. കസ്റ്റേർഡ് നല്ല തിക്കായിട്ടുണ്ട്, പക്ഷേ കുറച്ച് വാട്ടറി ആയിട്ടുമാണ് ഉള്ളത്. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അത്രയും കുറച്ച് മതി. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേർഡിന് നല്ലൊരു സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. അതിനായിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഒരുപാട് ഉപ്പുള്ള ബട്ടർ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഒരു ചൂട് തന്നെ ബട്ടറും അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു കാരമൽ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗളില്ലേ, അതിലേക്ക് ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് ഇപ്പോൾ ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ചൂടുള്ള കസ്റ്റേർഡ് ഇതിന് മേലെ ഒഴിക്കുമ്പം അതും മെൽറ്റായിട്ട് നല്ല ലെയർ പോലെ തന്നെ നമ്മുടെ ക്രീം കാരമൽ പോലെ തന്നെ സെറ്റായിട്ട് നിൽക്കും. മുകളിലുള്ള ഭാഗം ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 1 hour കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ കാരമൽ സിറപ്പ് മെൽറ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സൈഡിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുകളിലൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്യിലൊന്നും ആവില്ല. അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ നമ്മൾ ബൗളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണമെന്നില്ല. വലിയ പാത്രത്തിൽ വേണമെന്നെനിക്ക് വലിയ പാത്രത്തിൽ ചെയ്യാം. എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ല ചെറിയ മോൾഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്മൂത്ത് ടെക്സ്ചർ തന്നെ എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.